ശരണമന്ത്രങ്ങൾ ഉയരുമ്പോൾ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം. അയ്യനെ ദർശിക്കാൻ ഇന്നലെ എത്തിയത് 72,000-ഓളം ഭക്തർ. വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയ ദിവസം. ആദ്യ നാളുകളിലെ കണക്കിൽ കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ ലക്ഷക്കണക്കിന് ഭക്തരുടെ വർധനവാണ് ഉള്ളത്. അരുൺ കൊടുങ്ങൂർ, എം മനോജ് എന്നിവർ സന്നിധാനത്ത് നിന്നും ചേരുന്നു. സ്വാമി ശരണം. അരുൺ, മനോജ്, സന്നിധാനത്ത് ഭക്തരുടെ ഒഴുക്ക് അവസാനിക്കുന്നില്ല. ഇപ്പോൾ വെർച്വൽ ക്യൂ അനുസരിച്ചാണ് ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ വലിയ തിരക്ക്, ഭക്തരുടെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാതെ എല്ലാവർക്കും സുഖദർശനം സാധ്യമാകുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. സന്നിധാനത്ത് രാവിലെ അയ്യനെ കണ്ടുതൊഴാൻ നിരവധി ഭക്തരാണ്. രാത്രി തന്നെ മലകയറിയെത്തിയ ഭക്തരുണ്ട്. പുലർച്ചെ മുതൽ ദർശനം നടത്തുന്നവരുണ്ട്. സന്നിധാനത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ, മനോജ്. തീർച്ചയായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് സന്നിധാനമുള്ളത്. ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു ദിവസം 70,000 തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 തീർത്ഥാടകർക്കും ബുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നിരുന്നു. നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായും ഈ മണ്ഡലകാലത്ത് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയ ദിവസം. 86,000 കടന്ന് പോയി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. സാധാരണയായി 70,000 വെർച്വൽ ക്യൂ, 10,000 സ്പോട്ട് ബുക്കിംഗ് ആണ് പറഞ്ഞത്. എന്നാൽ അതിന് ശേഷം വീണ്ടും സ്പോട്ട് ബുക്കിങ്ങിൽ കൂടുതലായി കൊടുക്കേണ്ടി വന്നു. ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ ഓരോ ദിവസവും അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. ഇനി ഓരോ ദിവസം കഴിയുന്തോറും ആ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ കണക്കുകളിലൂടെ കാണുന്നതാണ്. എന്തായാലും ഭക്തിസാന്ദ്രമായി സന്നിധാനം അങ്ങനെ തുടരുകയാണ്. ശരണമന്ത്രങ്ങൾ ഉയരുകയാണ്. ശബരിമലയിൽ എങ്ങും എവിടെ നോക്കുമ്പോഴും നമ്മൾ ഈ ശരണമന്ത്രങ്ങൾ മാത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നാണ് നേരിയ ഒരു കുറവ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്നും 70,000-ഓളം ഭക്തർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും 10,000-ഓളം തീർത്ഥാടകർ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ ഈ സന്നിധാനത്തെ മുഴുവൻ സ്ഥലങ്ങളിലും ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഇന്ന് രാവിലെ അവർക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും ഏതൊക്കെ സമയത്താണ് തിരക്ക് വർദ്ധിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയം ഉച്ചയ്ക്ക് ശേഷമാകാം, ചില സമയം രാവിലെ ആകാം. പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം, അതായത് വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ വലിയ തിരക്ക് ഉണ്ടാകുമെന്ന് അവർ ഉദ്ദേശിക്കുന്നു. പക്ഷേ വെള്ളിയാഴ്ച അഭൂതപൂർവമായ തിരക്കായിരുന്നു. ഇത്തവണത്തെ ഈ ഒരു മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുക, അതായത് ഈ വെർച്വൽ ക്യൂ വഴിയും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും നിർദ്ദേശിച്ച എണ്ണത്തിനപ്പുറത്തേക്കുള്ള ഒരു തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. രാത്രിയിൽ ചെറിയ ആശങ്കകളൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഭക്തരെ തിരിച്ച് മലയിറക്കി വിടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നെയ്യഭിഷേകത്തിൽ നിന്ന് ഭക്തരെയൊക്കെ തന്നെ മാറ്റിവിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു തിരക്ക്, ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കാര്യമായ ഒരു തിരക്ക് പുലർച്ചെ നട തുറന്ന സമയത്ത് കാര്യമായ തിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ തിരക്കിന് ഒരു നേരിയ കുറവ് എന്ന് പറയും. കഴിഞ്ഞ ദിവസങ്ങളുടെ അപേക്ഷിച്ച് നേരിയ ഒരു കുറവും തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ പുലർച്ചെ നട തുറക്കുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഭക്തർ ഒരുപാടുണ്ടാവും. അവരൊക്കെ തന്നെ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. രാവിലെ എത്ര മണിക്കാണ് നട തുറക്കുക എന്നൊക്കെ നോക്കി അവർ ആ ദർശനം നടത്തുകയാണ്. അപ്പോൾ അവരും ഇന്ന് പുലർച്ചെ എത്തുന്നവരും തമ്മിലൊക്കെ വലിയ തിരക്കുണ്ടാവും. എന്നാൽ അതിനുശേഷം അവരൊക്കെ ദർശനം നടത്തി പോയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓരോ ഭക്തജനങ്ങളായി അങ്ങനെ പടിയിറങ്ങി എത്തുകയാണ് സോപാനത്തിനരികിലേക്ക്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും ഈ ഭക്തരുടെ ഒഴുക്ക് അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത, ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ഭക്തജനങ്ങളുണ്ട്. അവരൊക്കെ തന്നെ അത് 2 ദിവസത്തിനകം ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം മറ്റുള്ള ഭക്തജനങ്ങൾക്കുള്ള സ്ലോട്ടുകളാണത്. അതിൽ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടലാണ് ആ ഒരു വിഷയത്തിലുണ്ടായത്. കാരണം അത് തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ എടുത്തു പറയണം. കാരണം ഒരുപാട് ഭക്തർക്ക് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം 70,000 എന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുന്ന ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ തുടക്ക സമയങ്ങളിലൊക്കെ തന്നെ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർ പൂർണ്ണമായും എത്താതെ അതിൽ 10,000-ലധികം ആളുകളുടെ കുറവൊക്കെ ഉണ്ടാകുന്നത്, അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രതിവിധിയായി തന്നെയാണ് ദേവസ്വം ബോർഡും
ഹൈക്കോടതിയും എല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. ഒരു കർശനമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് എന്നിട്ട് പോലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഏകദേശം 1 ലക്ഷത്തിലധികം വർധനവ് ഈ ഒരു ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ ഒരാഴ്ചത്തെ വരുമാനം ഇന്ന് ദേവസ്വം ബോർഡ് പുറത്തുവിടാനുള്ള ഒരു സാധ്യതയാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കായാലും 5 കോടി രൂപയുടെ നടവരവിൽ വർധനയാണ് ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അവർ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ വീഴ്ചയായി അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണയും വരുമാനത്തിൽ നടവരവിൽ വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഭക്തരുടെ കണക്ക് പ്രകാരം തന്നെ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നടവരവിലും വലിയ വർധന ഉണ്ടാകുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS പ്രശാന്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അതായത് കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ 1 ലക്ഷത്തിലധികം വർധനവ്, ഭക്തരുടെ വർധനവ് ആദ്യ ദിനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഭക്തരുടെ വർധനവ് ഉണ്ടാവും തോറും വരുമാനവും വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത മണ്ഡലകാലത്തെങ്കിലും ഈ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കട്ടെ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അത്തരത്തിലുള്ള സന്നിധാനത്ത് മണ്ഡലകാലം ഒരാഴ്ച പിന്നിടുമ്പോൾ അതിന്റെ വരുമാനത്തിൽ അടക്കം ഭക്തരുടെ എണ്ണത്തിൽ അടക്കം വലിയ വർധനവ് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും 18ാം പടി കയറി വരുന്നവരുടെ മുഖത്തെ ആ സന്തോഷം നമ്മൾ കണ്ടറിയുക തന്നെ വേണം. ഇത്ര പ്രയാസപ്പെട്ട് ശബരിമലയിലെ ആ കുത്തനെയുള്ള കയറ്റങ്ങളെല്ലാം കയറി ഏറ്റവും അവസാനം ആ 18 പടിയും കടന്ന് മുകളിലേക്ക് എത്തി ഭഗവാന്റെ മുന്നിലേക്ക് എത്താനുള്ള ആ നിമിഷത്തിലേക്ക് വരുമ്പോൾ ആ ഭക്തരുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം, ആ നിർവൃതി ഒക്കെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ നമുക്ക് വ്യക്തമാണ്. സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ തത്സമയം നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂരും അതേപോലെ തന്നെ മനോജും.